ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി അന്ധബലമെന്ന സ്തോത്രയാഗം ദൈവസന്നിധിയിൽ അർപ്പിച്ച് ദൈവത്തിന് മഹത്വം കയറ്റിക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതികളിൽ മേൽ വസിക്കുന്നവൻ, സ്വർഗ്ഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ആ പാദാതിക്ക് അടുത്ത് വരുവാൻ നമ്മെ കർത്താവ് സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായി പ്രതിയാൽ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ ആ പാദപടി ആയിരിക്കാൻ ദൈവം നമ്മെ ഇടയാക്കുന്നല്ലോ. നടത്തിയ വിധങ്ങളെ ഓർത്ത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹൃദയംഗമായി ദൈവത്തിന് നന്ദി പറയാം. Let us thank God for all the ways that He has led us thus far throughout this 2024. Let us thank God for all the blessings. Hallelujah. Glory to God, glory to God, glory to God. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്തു വരുന്നു. നിഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാൻ ഞങ്ങളെ കൂട്ടുവരുത്തിയ കർത്താവിന്റെ എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യേ കർത്താവായ കർത്താവിന്റെ ദാസന്മാർക്കായി ഇന്ന് പകൽക്കാലം ദൈവം സഞ്ചരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. കർത്താവ് ഇന്ന് പകൽക്കാലത്തെ ആരാധന അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആദ്യം പരിശുദ്ധാത്മാവ് നയിക്കണം. ദൈവസ്ഥല കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്തു വരുവാൻ തിരുത്താൽ കഴുകൽ പ്രാപിച്ചവരായി ഞങ്ങളുടെ കൺവെൻഷനുകൾ ആദായങ്ങളും പോരായ്മകളെല്ലാം ക്ഷമിച്ച് പുത്രന്റെ കഴിഞ്ഞങ്ങളെ ശുദ്ധീകരിച്ച് ഇന്ന് പകൽക്കാലം ഞങ്ങളെ തിരുസന്നിധിയിലേക്ക് അടുപ്പിക്കണമേ. സത്യത്തിലും ആത്മാവിലും അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നാണ്. മാനവ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥന ചെയ്യാതിനെയും സ്വർഗ്ഗം കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ചയിൽ ലാസ്റ്റ് സൺഡേ we are here in the presence of God to glorify God's holy name. Hallelujah. പ്രാരംഭത്തിൽ ഒന്നിരണ്ട് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സമയത്ത് വേർതിരിക്കുന്നു. കരങ്ങളെ തട്ടി ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. മഹത്വപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിന്റെ അവസാന ഈ ഞായറാഴ്ച ഇനി നമ്മളെ കർത്താവ് അവൻ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ നടത്തിയ അവരുടെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ബലഹീനരായിരുന്ന നമ്മളെ താങ്ങിയ നമുക്ക് ബലം നൽകിയ അവൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് കാണുന്നു. ക്ഷീണിതർക്ക് അവൻ ശക്തി നൽകുന്നു, ബലഹീനർക്ക് ബലം നൽകുന്നു. അവൻ ഹല്ലേലൂയ. ബാലന്മാർ അവൻ ഹല്ലേലൂയ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറിപ്പോകും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന് അവൻ ദൈവത്തിൽ കാണുന്നല്ലോ. ഹല്ലേലൂയ. അവൻ നമ്മുടെ ശാരീരിക ബലഹീനതകളിൽ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ്, നമ്മുടെ ആത്മീയമായ ബലഹീനതകൾ ഓർക്കാതെ അവൻ നമ്മളെ തേടി വന്ന കർത്താവിന്റെ ദയ ഓർത്ത് അവൻ നദിയോടെ അവനെ ചേർന്ന് പാടി അവൻ ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് നമുക്ക് അവനെ ആരാധിക്കാം. ചേർന്ന് പാടി പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥൻ എന്നുള്ള പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാം. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. എന്നെ തേടി നീ മണ്ണിൽ വന്നുവോ. എന്നെ തേടി നീ മണ്ണിൽ വന്നുവോ. എന്നെ സ്നേഹിച്ചാകയാൽ ജീവൻ തന്നതോ. എന്നെ സ്നേഹിച്ചാകയാൽ ജീവൻ തന്നതോ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകും എന്നെ താങ്ങും നല്ല നാഥനെ. പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തോത്രം സ്തോത്രമേ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ. അറിവുകേടുകൾ അധികമുണ്ടെങ്കിൽ അറിവുകേടുകൾ അധികമുണ്ടെങ്കിൽ അറിവുനീതി കൈയിലെന്നെ ചേർത്ത് വയ്ക്കണേ. അറിവുനീതി കൈയിലെന്നെ ചേർത്ത് വയ്ക്കണേ.
ദൈവത്തിന്റെ വിശ്വസതയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുക. അടുത്തൊരു പാട്ടോട് നാം ചേർന്ന് പാടുമ്പോൾ ദൈവം നമുക്ക് എല്ലാവർക്കും കഴിവുകളൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമുക്ക് നല്ലവരാണ്. ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ചയിൽ ദൈവസ്ഥലിൽ നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ കഴിയും, My God is good. Hallelujah. Our God is good all the time, and all the time our God is good. Hallelujah. എന്റെ കർത്താവ് എനിക്ക് നല്ലവൻ. പ്രതികൂലങ്ങളുടെയും ഭാരങ്ങളുടെയും വെല്ലുവിളികളുടെയും നിലച്ചിരിക്കാത്ത ജീവിത സാഹചര്യങ്ങളില് വെല്ലുവിളികളുടെ നടുവിൽ നമുക്ക് ഇന്ന് പകൽക്കാലം സാക്ഷ്യം പറയുവാൻ കഴിയും. എന്റെ കർത്താവ് എനിക്ക് നല്ലവൻ. നല്ലതല്ല ഒന്നും അവൻ ശരിയല്ല. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും എല്ലാം എന്റെ കർത്താവിന്. ഹല്ലേലൂയ. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. അവൻ വല്ലഭൻ, അവൻ ദയയോ. Hallelujah.
പാട്ടേ സുസ്ഥിരമാക്കി പുതിയൊരു പാട്ടെനിക്കുവനോ എന്റെ മത്തിനു പുതിയൊരു പാട്ടെനിക്കുവനോ എന്റെ മത്തിനു ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ ചേർന്ന് നമുക്ക് ഒരുമിച്ച് തൊഴിലാരാധന അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. Thank you, Lord. Praise the Lord. Praise you, Jesus. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord Jesus, for helping us to have a blessed time of worship, Lord Jesus. Thank you for helping us to worship in spirit and truth, Lord Jesus. I pray, Lord Jesus, for the rest of the meeting, Lord Jesus. I pray, Lord Jesus, for Lord Jesus, the sound of the for the preaching, Lord Jesus. Be very blessing in our lives, Lord Jesus. I pray for the pastors who have come, Lord Jesus. Thank you, Lord Jesus, for bringing them safely over here. Thank you for helping us to have the blessed time of worship with them also, Lord Jesus. Hallelujah. Especially pray also, Lord Jesus, for the Lord's Supper, Lord Jesus, as we partake in the Lord's Supper, Lord Jesus. Hallelujah. Be thanks to every prayer request, Lord, we be there, you bless us, Lord Jesus. Hallelujah. And help us to be worthy to take the Lord's Supper, Lord Jesus. Hallelujah. Bless us, Lord. Let it do with the Christian and Lord Jesus. Hallelujah. I pray, Lord Jesus, you could that you do with the next week, Lord Jesus. Hallelujah. Let it be a blessing in our life, Lord Jesus. And everything that we do, Lord Jesus. Hallelujah. We are according to your plan and will, Lord Jesus. And the glory for your kingdom only, Lord Jesus. Hallelujah. Thank you for your blessings. Peace in your spirit of my Savior Christ. Amen. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാം.
സ്വതം സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 103 സങ്കീർത്തനം വാക്യപ്രതികാരമായി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. Psalm 103, we will read this psalm responsively and give glory to God. നൂറ്റിമൂന്നാം സങ്കീർത്തനം Psalm 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴിയുന്നേ പോലെ പുതിയൊരു തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ എല്ലായ്പ്പോഴും സ്പർശിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. ആകാശം ഭൂമിക്ക് മിതവിയതിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന് മക്കളോട് കണ്ണു തോന്നുന്നതുപോലെ യഹോവ ഭക്തന്മാരോട് കണ്ണു തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവയുടെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അടുത്ത രണ്ട് വാക്യങ്ങൾ ചേർന്ന് വായിക്കുക. അവന്റെ ഇഷ്ടം ചെയ്യുന്നതിനായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുമേ. അവന്റെ ആധിപത്യത്തിന്റെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുമേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഇന്ന് പകൽക്കാലം നമ്മുടെ കരങ്ങൾ ദിവസം ഉയർത്തി ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ ഹല്ലേലൂയ അവസാന ഞായറാഴ്ച ദിവസം നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ ഓർത്ത്, നടത്തിയ വിധങ്ങളെ ഓർത്ത്, ദൈവം നമ്മെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത്, ദൈവ നീതി ഓർത്ത് ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും നമ്മോട് തന്നെ ഹല്ലേലൂയ ഉള്ളപ്പോൾ പറയാൻ മനമേ യഹോവയെ വാഴ്ത്തുക. Bless the Lord, O my soul, hallelujah. Oh, and all that is within me, hallelujah. എന്റെ ഉള്ളിലുള്ള സകലവും hallelujah. Let us make use of all the opportunity, all our faculties, and let us praise God by using all those things, and let us give glory to God. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ നന്ദി പറഞ്ഞാണ്. ഇന്ന് പകൽക്കാലം ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ സ്തുതി നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഉപകാരങ്ങളൊന്നും മറന്നു പോകാതെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളെ കൂട്ടിവരുത്തി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ദൈവിക വിശ്വസ്തതയ്ക്കായി, ദൈവിക നീതിക്കായി, ദൈവിക കരുതലിനായി, പരിപാലനത്തിനായി എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. അല്പസമയം ഞങ്ങൾ കൂടെ ദിവസം ഇരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ശുശ്രൂഷകളെല്ലാം ആശീർവദിക്കും. മാനവും മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദിവസം ഇരിക്കാം. പ്ലീസ് ബി സീറ്റഡ്. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവാലയത്തിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാണ്. Last Sunday of the year 2024, we are in the presence of God, and we are thankful to us of God for all the blessings that we enjoyed from His presence. Hallelujah. നൽകിയ വാഗ്ദത്ത നിവർത്തികൾക്കും ദൈവം നടത്തിയ വിധങ്ങൾക്കും പ്രാർത്ഥനാ മറുപടികൾക്കൊക്കെയായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനിയൊരു ഞായറാഴ്ച ഈ വർഷം ശേഷിക്കുന്നില്ല. നമുക്ക് നന്നായി അറിയാം. സ്തോത്രം. ഇന്ന് നാം ദിവസത്തിലായിരിക്കുമ്പോൾ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ, ആണ്ടിന്റെ ആരംഭം മുതൽ, വചനം പറയുന്നത് പോലെ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മെ കാത്ത ദൈവത്തിന്റെ കൃപ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്തോത്ര ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ ദിവസസഭയായി സമയത്തെ വേർതിരിച്ച് കർത്താവിന്റെ പാദപടി ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആ വിധങ്ങൾക്കായി എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ 103 സങ്കീർത്തനം സ്തോത്രം എല്ലാം കൊണ്ടും ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ചയിൽ വായിക്കുവാൻ പറ്റിയ ഒരു സങ്കീർത്തനമായി നാം അതിനെ മനസ്സിലാക്കാം. സ്തോത്രം. അതിൽ സങ്കീർത്തനകാരനായ ദാവീദ് പറയുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തരംഗമേ, all that is within me. Praise the Lord. He is not avoiding anything. Just like the people of Israel are commanded by
the God, Lord, that you have to worship the Lord with the fullness of your heart, the fullness of your mind, the fullness of your strength. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവമായ യഹോവയെ സേവിക്കണം, ആരാധിക്കണം. അതുകൊണ്ടാണ് ദാവീദ് സ്തോത്രം ആ ഇസ്രായേൽ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയുക, സർവ്വ അന്തരംഗവും അദ്ദേഹം ആത്മാവ് ഒരുപോലെ സമ്മേളിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, our body, soul and spirit together worshiping the God. Hallelujah. Praise the Lord. ഇന്ന് കേൾക്കുന്നവർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവസ്ഥലത്തിൽ നിന്നുകൊണ്ട് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ കർത്താവ് ഇടയാക്കുന്നു. ഹല്ലേലൂയ. അതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഈ സംഘത്തിനോട് ഒരുപാട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ മധ്യ അതിഥികളായ ദൈവദാസന്മാരുണ്ട്, അവർക്ക് സമയം വേർതിരിക്കേണ്ടത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. സംഘത്തിനക്കാരോട് ചേർന്ന് പകൽക്കാലം നമുക്ക് ഹൃദയംഗമായി ദൈവത്തെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിന് നന്ദി പറയുവാനും, ഹല്ലേലൂയ, ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോട് ആരാധന അർപ്പിപ്പാൻ നമുക്കിടയായി. ഹല്ലേലൂയ, സ്തോത്രം എന്ന് നമുക്ക് ഉറപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഓരോ വാക്യങ്ങൾ എടുത്ത് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നോട് തന്നെ പറഞ്ഞിട്ട് സ്തോത്രം കാരണങ്ങൾ നിരത്തുകയാണ്. സ്തോത്രം. സംഗീതക്കാരൻ he is listing all those blessings, why we have to worship God with all our heart, all our mind, and with all our spirit. Hallelujah. What is that? And he has done a lot of things to us. First of all, the number one in the list is, hallelujah, praise the Lord, അവന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. Praise God. Hallelujah. Even though there are still prayers need to be answered that you prayed in 2024, hallelujah, we cannot forget giving thanks to God for redeeming me. Hallelujah. എന്നെ വീണ്ടെടുത്ത കർത്താവിനെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പല പ്രാർത്ഥനയ്ക്കും മറുപടി നമ്മൾ ഇനിയും കാത്തിരിക്കുന്നുണ്ടാകാം. ഇനി ഈ വർഷം ചില ദിവസങ്ങൾ കൂടെ ഉണ്ട് കർത്താവിന്റെ മറുപടി. ഹല്ലേലൂയ. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങൾ 2024 കഴിയും മുമ്പേ നിനക്ക് വേണ്ടി വെളിപ്പെടുമായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. കാലത്തിനും ദിവസത്തിനും സമയത്തിനും ഒക്കെ ദൈവത്തിന്റെ പ്രാധാന്യമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഹല്ലേലൂയ, കാലങ്ങൾക്ക് മുമ്പേ, ലോകാരംഭം മുമ്പേ, ലോകത്തിന്റെ അടിസ്ഥാനം ഇടും മുമ്പേ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോക സ്ഥാപനം മുൻപേ, ഹല്ലേലൂയ, നമ്മെ അറിഞ്ഞൊരു ദൈവം, നമ്മെ വീണ്ടെടുത്ത ഒരു ദൈവം, വീണ്ടെടുക്കുവാൻ തീരുമാനിച്ച ദൈവം ഇന്ന് പകൽക്കാലം ആ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് ആരാധന അർപ്പിച്ചാണ്. ഹല്ലേലൂയ. നമ്പർ 1 in the list. ഹല്ലേലൂയ. I have a blessing that I need to thank God for. Hallelujah. For he has redeemed me. Hallelujah. എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിനെ ആരാധിക്കുക. പ്രിയമുള്ളവരെ, മറ്റെന്ത് മറന്നുപോയാലും ദൈവസന്നിധിയിൽ I am redeemed. Hallelujah. ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമായിട്ടല്ല. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ എന്റെ പേര് എഴുതിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത. That is the excitement of our life. Hallelujah. നമ്മുടെ ജീവിതത്തിന്റെ മറ്റേത് അനുഗ്രഹങ്ങളെക്കാൾ, മറ്റേത് വിടുതലുകളെക്കാൾ ഈ വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, നീ എന്നെ വീണ്ടെടുത്ത വീണ്ടെടുപ്പിനായി. ഇത് രാത്രി നാം കേട്ടതുപോലെ എന്റെ വീണ്ടെടുക്കുന്നവൻ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം ഏതവസ്ഥയിലേക്ക് നാം ഹല്ലേലൂയ റെഡ്യൂസ് ചെയ്യപ്പെട്ടാലും, ഏതവസ്ഥയിലേക്ക് നാം തള്ളപ്പെട്ടാലും, ഏതവസ്ഥയിലേക്ക് വെല്ലുവിളികൾ നമ്മെ താഴ്ത്തിക്കൊണ്ടുപോയാലും അവിടെ ഒന്നെല്ലാം നമ്മെ ഉദ്ധരിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഇതുപോലെ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്. Hallelujah. Psalmist David is listing one by one all those things that he need to thank God. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവജനം നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഹല്ലേലൂയ, ഈ വർഷത്തെ അവസാന ദിവസങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ദൈവം ചെയ്ത പ്രവൃത്തികളൊക്കെ ഓർത്താൽ പ്രിയമുള്ളവരെ നമുക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഹൃദയംഗമായി ഹല്ലേലൂയ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നമുക്ക് പറയാം, കർത്താവേ, നീ എനിക്ക് നല്ലവനാ. ഹല്ലേലൂയ. ഉപകാരമൊന്നും മറക്കുവാൻ നിൽക്കുന്നവരരുത്. ഓർപ്പിച്ചുണർത്തി പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, എന്നെ ആരാധിപ്പാൻ, അങ്ങയെ സ്തുതിപ്പാൻ ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പറയാം. Let us not forget even one of them. Hallelujah. And let us glorify God's holy name. Hallelujah. Praise the Lord. സകലരെയും ഈ ആഹ്വാനത്തിൽ ദാവീദ് ഉൾപ്പെടുത്തുന്നുണ്ട്. He is not leaving anyone. Hallelujah. Even the heavenly beings. സ്വർഗ്ഗങ്ങളിൽ വസിക്കുന്ന ദൂതന്മാരെ ഉൾപ്പെടുത്തി അവസാനം പറയുകയാ, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗ്ഗങ്ങളിലുള്ള ദൂതന്മാരെ നിങ്ങൾ യഹോവയെ വാഴ്ത്തുവീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം സ്വർഗ്ഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ദേവദാസൻ പറഞ്ഞു, ദൈവത്തിന് ആരാധനയ്ക്ക് യാതൊരു കുറവില്ല. 24/7 the angels are worshiping him. But why we need to add upon that?
because it is for us. നമുക്ക് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി. ഇന്ന് മുതൽ എത്ര പേർ ആഗ്രഹിക്കും ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്? No matter you worship him or not, that is a statement, that is a complete statement. Hallelujah, amen to that. Hallelujah, നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. No matter you worship him or not, no matter anyone in this world worship him or not, കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ ഈ ദൈവത്തെ ആരാധിപ്പാൻ, കാൽവരിയിലെ സ്നേഹത്തിലൂടെ നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്ക് തരുന്ന ഈ ഭാഗ്യ പദവിയോട്ട് മറ്റെല്ലാ സ്റ്റാറ്റസിനേക്കാളും ഹൈലി എലിവേറ്റഡ് സ്റ്റാറ്റസ് എന്റെ കർത്താവിനെ കാൽവരിയിൽ സ്നേഹിച്ചു. ഇന്ന് പകൽക്കാലം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരു നിമിഷം കണ്ട ഒരു ദിവസം കാണിക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം സംഗീതക്കാരോട് ചേർന്ന് യഹോവയെ വാഴ്ത്തുക. ഈ വർഷക്കാലം ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചെയ്ത ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങള് അത് ഞങ്ങൾ ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത അവിടുത്തെ ദയക്കായി, കാൽവരിയിലൂടെ ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ നാം ഞങ്ങൾ മഹത്വപ്പെടും. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Amen. Hallelujah. Stotram. We have an English chorus. The worship team will come forward for the singing of that song. The Jabez also will lead that worship, and also the kids will come forward for the memory verse at the same time. കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ട് സ്തോത്രം മെമ്മറി വേഴ്സ് പറയുക. കുഞ്ഞുങ്ങളും മുന്നോട്ട് കടന്നു വരും. സ്തോത്രം. Praise God, Jesus. Hello. My name is Jabez. If you don't know me, I'm pastor's son. I was asked to thank you for the opportunity to sing this English chorus. I want to sing this song called "Open the Eyes of My Heart." And the reason I want to sing this song is in Psalms 36, verse 9. It says, the end of the verse, "In your light do we see light." In other words, we need God in order to see God. We need the light of Jesus in order to see Him. So this song is a humble request to see the Lord. And when we see the Lord, all of our anxieties, our problems, they all melt in His presence. So would you just join me in just lifting your heart and sing this song? Open the eyes of my heart, Lord. Open the eyes of my heart. Hallelujah. And I want to see you. Oh, I want to see you. And open the eyes of my heart, Lord. And open the eyes of my heart. I want to see you. Oh, I want to see you. To see you. To see you. Shining in the light.
your presence. Fill us with your power. Live inside me. Your living water. You're the never drying fountain. You're the comforting counselor. Won't you take complete control? You're the living, 'cause you're the living water. You're the never drying fountain. You're the comforter and counselor. Won't you take complete control? So welcome, Holy Spirit. Oh, we are in your presence. Fill us with your power. Won't you live inside me? Hallelujah. Thank you, Jesus. Hallelujah. Let's glorify God's holy name. Hallelujah. Let us praise God. Hallelujah. Hallelujah. Praise the Lord. God bless you all. Thank you, worship team, for the wonderful song. Kids, please say no, just Isaiah 41:10. Fear not, for I am with you. Be not dismayed, for I am your God. I will strengthen you. Yes, I'll help you. I'll uphold you with my righteous right hand. Psalm 37:1. The Lord is my light and my salvation, whom shall I fear? Jeremiah 32:17. And also, Lord, for you have made the heavens and the earth with your powerful and outstretched arm. Nothing is too hard for you. praise God. Psalm 23:1. The Lord is my salvation, whom shall I fear? Praise God. 1 Timothy chapter 6, verse 12. Fight the good fight of faith and lay hold on eternal life to which you were also called. Romans chapter 15, verse 13. May the God of hope fill you with all joy and peace as you trust in Him, so that you may overflow with hope by the power of the Holy Spirit. Trust in the Lord with all your heart and lean not on your own understanding. Proverbs 3 verse 5. Romans 13:12. The night is nearly over, the day is almost here. Therefore let us put aside the deeds of darkness and put on the armor of light. And the God of hope fill you with all joy and peace as you trust in Him, so that you may overflow with hope by the power of the Holy Spirit. Romans 50 verse 13. Matthew 5 verse 3 and 4. Blessed are the poor in spirit, for theirs is the kingdom of heaven. Blessed are those who mourn, for they will be comforted. For my thoughts are not your thoughts, nor your ways my ways, says the Lord. For as the heavens are higher than the earth, so are my ways higher than your ways, and my thoughts than your thoughts. Isaiah 55 verse 8 and 9. How can you say this? Saying this is, let love and faithfulness never leave you. Bind them around your neck, write them on the tablet of your heart. Put
verses 8 to 9. The voice of the Lord shakes the wilderness. The voice of the Lord shakes the wilderness of Kadesh. The voice of the Lord makes the deer give birth and strips the forest bare. And in his temple everyone says glory. Do not remember things of the past, nor behold things of the old. For I am making a new thing, shall you not know it? I will even make a road in the wilderness and rivers in the desert. Isaiah 43, verses 18 and 19. To know wisdom and knowledge, to understand words of insight, learn from the wise, with righteousness, justice, and equality, and give prize to the simple, and understanding, and knowledge, understanding, and correction to the youth. And when the wise listen and add to their learning, and whoever understands, let them obtain guidance. Proverbs 2, verses 5. Go from the presence of the foolish man when you do not receive it from the lips of knowledge. The wisdom of the prudent is to understand his ways, but the folly of the fools is deceit. The heart knows its own bitterness, and a stranger does not know its joy. Proverbs 14, verses 7 to 10. പലപ്പോഴും തന്നിലൂടെ കേട്ട ദൈവത്തിന്റെ വചനങ്ങൾ, ആലോചനകൾ സ്തോത്രം അത് പ്രാപിക്കുക മാത്രമല്ല, സ്തോത്രം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ നിവൃത്തിയും കാണുവാൻ സ്തോത്രം കർത്താവ് ഇടയാകും. കഴിഞ്ഞ പ്രാവശ്യവും അവരോട് വന്ന് അറിയിച്ച പല ആലോചനകളുടെ നിവൃത്തി സ്തോത്രം തനിക്ക് കാണുവാൻ ഇടയായത് പലപ്പോഴും തന്നോട് സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. ഈ ദിവസത്തിലെ പലരുടെയും ജീവിതത്തിൽ അത് അനുഭവമാണ്. സ്തോത്രം എൻ്റെ സഭയിൽ, പൊന്നിയാമല ഈ സഭയിൽ കടന്നു വന്ന എൻ്റെ മാതാവിനോടൊക്കെ അറിയിച്ച പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഈ ദിവസങ്ങളിലും വെളിപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങളുണ്ട്. അതൊക്കെ ഈ വർഷവും അടുത്ത വർഷവുമായി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദേവദാസന്മാരെ സ്തോത്രം അവർക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം തക്കതായ രീതിയിൽ ഉപയോഗിക്കും. ദൈവം നമ്മെ സഹായിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ, ആവലോടെ, വാഞ്ചയോടെ, മുൻപുതി കൂടാതെ ദൈവത്തിലേക്ക് കർത്താവ് നിങ്ങളെ സഹായിക്കുന്ന ദേവദാസന്മാരെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. Praise the Lord. I'm delighted to be in your presence. Amen. Praise the Lord. I want to greet you all in the mighty name of our Lord and Savior Jesus Christ. സ്തോത്രം. ഹല്ലേലൂയ. It was totally unexpectedly I'm here today. I have a church back in Detroit, and they were expecting me to be there today because of the end of the year. And I'm hoping that tomorrow morning I should leave and be there for the watch night service. So they should be happy. By God's grace, we have 2-3 other pastors with me serving the Lord in our church. So they will be there, so I'm not worried about it. Amen. Praise God. Amen. I am glad to see all of you. Yesterday I talked to Brother Rodriguez, right? Yeah, yes. I was not sure whether where I should be on today. So Service Attendant found out there's a church here, Malayalam or Indian church here, and called the number, but I didn't want to leave any message, so I just but he immediately called me back. And that's why I was able to come today. I appreciate you for calling me back. And Pastor Joseph Daniel, we call him Anigunya. He was there with us many years ago back in Detroit. His wife is a dear sister in our church. He married to. And he came there, and from there he moved to different places. But he also had the same background. I'm a chemical engineer by profession. I worked as a research scientist for 21 years before I stepped into ministry. And he has the same background. So then recently, not last year, right? Was it last year? My brother, who was here 20 years ago, he was working for Oracle Corporation here 20 years ago.
That's the time I came to know about Denver a little bit. And he was a database administrator, and he's still working for Oracle in Dallas. And his daughter, one daughter he had, married to Pastor Joseph's daughter, the son. That was really a surprise to me because I know both sides of the family. Amen. Hallelujah. Praise God. Because this is my background. So this morning, God is going to speak to you. Amen. I know. I didn't come here expecting that I will speak to you. I came here to enjoy your worship. Amen. Praise the Lord. Amen. To be with you. Hallelujah. And I found out, some of you found out that we have many connections here. May God bless every one of you. Amen. Amen. And also I want to say congratulations to those who graduated from pharmacy college, right? Yes. Yeah, doctorate. And somebody passed with see, I come from a teacher background. My grandfathers, both sides of my grandfathers, my mother's father was the founder of a school and the first headmaster of the school. And my dad's dad was a government UP school headmaster. So my mother was a headmistress of a school. My uncle was the headmaster of the boys' high school in Kotarakara. So I came from that background. So when I see somebody graduate and educate yourself, that's very important. You know what? I remember 50 years ago, when we have a church back in Kerala, we started the ministry in our house. At that time, I remember, I was in college at that time. At that time, I prayed, Lord, give me one fellow, one friend who goes to college to be with me. Amen. At that time, I'm talking 50 years ago, okay? At that time, we didn't have too many college graduates or college students or that time. But now, when I go back to that same church, that church is one of the biggest churches in our place. That church, so many of them graduate with many degrees, so I appreciate you. Whoever is this, I couldn't see your face. Appreciate you, congratulate you, and all the youngsters, study. Amen. Study. Yes. Ignorance is the biggest enemy of yours, and information is the biggest friend of yours. Amen. Information, many of you are working in software, right? Information and the information superhighway was opened up. It was such a blessing to the world. Amen. Amen. Praise God. Are you with me or no? Yes. Or only the pastors are with me? Okay, I don't have much time before me, so I just want to get into a small thought with you. And because I'm also eagerly waiting to hear from Pastor Joseph Daniel, because he's a man of God I know very well, but I didn't have a chance to listen to him for many, many years, at least almost 30 years, I would say. The book of Acts of the Apostles, chapter 16, verse 26, the first part of that verse. That's enough. Amen. Suddenly, English, suddenly, suddenly. പെട്ടെന്ന് മലയാളം മാത്രം അറിയാവുന്നവർ പറഞ്ഞു പെട്ടെന്ന് suddenly. Can we say one more time? Suddenly. Hallelujah. See, a lot of times we believe that we prayed or we asked the Lord, we did so many things. That's why God is doing this and that for you. Hallelujah. But you know what? One thing you need to understand is, Praise God. 2 Peter verse 1:4, I believe, everything pertaining to life and godliness. നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും തന്റെ പുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നു. In other words, everything what you need pertaining to your life, that means what to live in this world, and godliness, ദൈവത്തിന്റെ കാര്യത്തിലും ആവശ്യമായ സകലതും തന്റെ പുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, the knowledge of Christ. When you have the knowledge of Christ,
by the illumination of the Holy Spirit, then you can receive that blessing. Are you with me or not? See, what is the knowledge of Christ? Because a lot of people don't know what is the knowledge of Christ. See, when you say knowledge of Christ is this: who is Jesus Christ? And what did he do for you and me on the cross of Calvary? That is what we need to understand. See, a lot of times when we think that Jesus climbed on the cross, died on the cross, and he was buried and he resurrected, went to heaven. That's all we know. Nothing more than that. But you know, one thing we need to understand is, before Jesus gave up his ghost to the Father, പിതാവേ എന്റെ ആത്മാവിനെ തിരസ്കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പേ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാചകമുണ്ട്, സകലതും നിവൃത്തിയായി. Everything is finished. What is not finished? Everything what needs to be done in the earth, it is done. What to be done in the heavens, it is done. What to be done in heaven, it is done. Everything pertaining to your life and godliness, he is finished on the cross of Calvary before he gave up his ghost to the Father. Hallelujah. See, when we look at Jesus, നമ്മൾ യേശുവിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ റോമക്കാർ യേശുവിനെ നോക്കുമ്പോൾ, യഹൂദൻ യേശുവിനെ നോക്കുമ്പോൾ, തലചായ്ച്ച് കിടക്കുന്ന യാതൊരു നിവർത്തിയില്ലാതെ യഹൂദന്റെ കയ്യിൽപ്പെട്ട് റോമക്കാരുടെ കയ്യിൽപ്പെട്ട് അവനെ കുരിശ് തറച്ച ഒരു വിജയവുമില്ലാത്തവനായി കിടക്കുന്നവനായിട്ടാണ് റോമക്കാർ അവനെ കാണുന്നത്. ഇന്നും യേശുവിനെ അറിയാത്തവർ അങ്ങനെയാണ് യേശുവിനെ കാണുന്നത്. എന്നാൽ യേശുവിനെ അറിയാവുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും യേശുവിന്റെ കിടപ്പ് എന്തൊരു കിടപ്പാണ്. ആ കിടപ്പ് മനസ്സിലാക്കി എങ്ങനെ മതിയോ? അപ്പോസ്തലന്മാർക്ക് മനസ്സിലായില്ല. അപ്പോസ്തലന്മാർ അണ്ടർസ്റ്റാൻഡ്. 12 അപ്പോസ്തലന്മാർ യേശുവിന്റെ കൂടെ നടന്നവരാണ്. അവർക്കും ഇത് മനസ്സിലായില്ല. അവരെല്ലാം യേശുവിനെ വിട്ട് ഓടിപ്പോയി. യോഹന്നാൻ മാത്രമേ ഉള്ളതിന്റെ കുറിച്ച് ചവിട്ടി വന്നത്. എന്നാൽ അവിടെ നിന്ന് ഓടിപ്പോയി ഇവരെല്ലാം മാറിപ്പോയെങ്കിലും കർത്താവ് മറ്റൊരു അപ്പോസ്തലനെ എഴുതിപ്പിച്ചു. മറ്റൊരു അപ്പോസ്തലനെ എഴുതിപ്പിച്ചു. ആ അപ്പോസ്തലന്റെ പേരാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസ് ഈ ക്രൂസിലേക്ക് നോക്കി. ഈ ക്രൂശികൾ നടക്കുമ്പോൾ പൗലോസ് അവിടെ ഇല്ല, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പൗലോസിന് ഇതെല്ലാം ദൈവം റെവലേഷനിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്തു. റെവലേഷനിൽ കൂടെ പൗലോസ് യേശുവിനെ കാണുമ്പോൾ, ക്രൂസിന്മേൽ തലചായ്ച്ച് കിടക്കുന്ന യേശുവിലേക്ക് പൗലോസ് നോക്കുമ്പോൾ ഒരു ഫെയിലായ ഒരു യേശുവിനെ അല്ല അവൻ കാണുന്നത്. അവിടെ എന്താണ് പൗലോസ് അറിയാമോ? വാഴ്ചകളെയും അധികാരങ്ങളെയും കാൽവറി ആയുധം വെപ്പിച്ചിട്ട് ശ്രീമാനത്തിനായിട്ട് അവൻ കാൽവറി. Hallelujah. He's not a big guy. He's somebody who overcame everything, all the powers of darkness. That's why today, when you look at him, when you stand in the name of Jesus, when you proclaim the name of Jesus, every powers of darkness will flee from you. Hallelujah. യേശുവിന്റെ നാമം പറയുമ്പോൾ, യേശുവിന്റെ നാമം പറയുമ്പോൾ അവൻ സകല ശക്തികളും അവന്റെ നാമത്തിൽ നമുക്ക് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരുവാൻ എനിക്ക് സമയമില്ല. പക്ഷേ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുക. അത് ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുക. ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മൾ അതിന്റെ ആ ഭാഗം അതിനൊക്കെല്ലാം മതിയാണ് അറിയാവുന്നതാണ്. അവിടെ കിടക്കുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നോ? ഇവര് ആരാധന, അവർ പാടി സ്തുതിച്ചു. അവിടെ പ്രാർത്ഥിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, അവർ പാടി സ്തുതിച്ചു. പാടുക ആരാ പാടുന്നത്? സന്തോഷമുള്ള. Those who are happy, they are the ones who sing. സന്തോഷമുള്ളവർ പാട്ട് പാടുന്നത്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് ചങ്ങല ധരിച്ചുകൊണ്ട് കിടക്കുന്ന ഈ പൗലോസ് ശീലാസും അവിടെ പാട്ട് പാടുന്നതിന് നല്ല അർത്ഥം അവർ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്, പിതാവിന് മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ.
അവര് മഹത്വം കൊടുക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് പോലെ സഡൻലി പെട്ടെന്ന് ദൈവമക്കളെ, എൻ്റെ ഈ മെസ്സേജിന്റെ ബാക്കി എൻ്റെ ചർച്ചിനുള്ള മെസ്സേജാണ്. ഞാൻ എന്നാൽ നിങ്ങൾക്കൊരു ഗ്ലിംസ് തരാം. അതായത് ദൈവത്തിന്റെ വിടുതൽ, ദൈവത്തിന്റെ സന്ദർശനം, ദൈവത്തിന്റെ ഇടപാടുകൾ മനുഷ്യരുള്ളത് സഡൻലിയാണ് സംഭവിക്കുന്നത്. തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക്, തനിക്ക് വേണ്ടി വിശുദ്ധിയോടെ, തനിക്ക് വേണ്ടി വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കാണ് വിടുതലയക്കുന്ന ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ 10 ദിവസമായി അവിടെ വിശുദ്ധന്മാര് അപ്പോസ്തലന്മാര് കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എന്നോട് കണ്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് ആ കർത്താവ് പറഞ്ഞനുസരിച്ച് ഇവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവർ കാത്തിരുന്ന് ദിവസങ്ങൾ പലത് കഴിഞ്ഞു. ഒരു പക്ഷെ അവരുടെ ഇടയിൽ തന്നെ പല കംപ്ലൈന്റ് വന്നു കാണും. എന്തിനു നമ്മളിവിടെ കാത്തിരിക്കണം എന്നൊക്കെയും പല നിരാശയുടെ വാക്കുകൾ വന്നു. എന്നാൽ അവർ കാത്തിരുന്നു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അതിനു മുമ്പേ ഒരുപക്ഷെ അവർ പല സ്ഥലത്തായിരുന്നായിരിക്കാം, പല അഭിപ്രായക്കാരായിരുന്നായിരിക്കാം. എന്നാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്ന് അതിശക്തിയോടെ അവരുടെ ദൈവമക്കളെ, ശ്രദ്ധിക്കുന്നവരാണ് എനിക്കറിയാം. നിങ്ങൾ especially I want to talk to the youngsters. Listen, be faithful to God, be faithful in your call. Understand that you have the best faith in the whole universe. There is no other religion on the face of the earth, no other God on the face of the earth, no other person, the leader in the face of the earth who is like our Jesus Christ. ഇന്ന് പറഞ്ഞാലും യേശുവിനെ ഉയർത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിടയായി തീരട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് പാടാൻ കഴിയുമോ? അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല. ഹല്ലേലൂയ. I think how many of you know that song? Yes. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല യേശുവേ. അങ്ങേക്കാൾ കൈകളൊന്ന് ഉയർത്തി പാടാമോ? ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ആദ്യനും അന്ത്യനുമായോനെ, ജീവന്റെ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയം യാഗമായോനെ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല യേശുവേ. അറിയാൻ സമയത്ത് കർത്താവിന്റെ ദാസനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ സമയത്ത് നിങ്ങളെല്ലാവരും ദൈവം ആശീർവദിക്കട്ടെ, ഈ സഭയെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, എല്ലാവരും നന്മകളാർദ്ദയും നിങ്ങളെ ആശീർവദിക്കട്ടെ. പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹവും നന്മയും ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാവിധ അനുഗ്രഹങ്ങളും അതിൽ നിന്ന് നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്ക് നിർമ്മിക്കുന്നു. ദൈവത്തെ സഹായിക്കും. Thank you, Lord. Thank you, Lord. Thank you, Lord. Jesus. Thank you, Jesus. Thank you, Lord. Hallelujah. Hallelujah. മാറാത്തമല്ല കർത്താവെനിക്കുള്ളതീനാ, കഷ്ടതകളിൽ മാറാത്തമല്ല കർത്താവെനിക്കുള്ളതീനാ, കലങ്ങാതെ ഉലകിൽ പുലരുന്നു ദിനവും കൃപയാലെ ഹല്ലേലൂയ. കലങ്ങാതെ ഉലകിൽ പുലരുന്നു ദിനവും
ഹല്ലേലൂയ ഇന്നുമെന്നും എന്നാശ്രയമായി ഇങ്ങനെ യേശു മതിയ എന്നാദിയെല്ലാം ഒന്നായിരുന്നു പോകുന്നു തഞ്ചാര വരുമ്പോ എന്നാദിയെല്ലാം ഒന്നായിരുന്നു പോകുന്നു തഞ്ചാര വരും ഞാൻ ആശ്രയിക്കൂ എൻ ദൈവമെന്നെ അനാഥനായി കൈവിടുമോ ഞാൻ ആശ്രയിക്കൂ എൻ ദൈവമെന്നെ അനാഥനായി കൈവിടുമോ കണ്ണീർ തുടയ്ക്കും കൈകൾ പിടിച്ചും കാത്തിടും കൺമണി പോലെ കണ്ണീർ തുടച്ചും കൈകൾ പിടിച്ചും കാത്തിടും കൺമണി പോലെ ഇന്നുമെന്നോ എന്നാശ്രയമായി ഇങ്ങനെ യേശു മതിയ എന്നാദിയെല്ലാം ഒന്നായിരുന്നു തഞ്ചാര വരുമ്പോ കർത്താവേ നിങ്ങളുടെ ആദികളെല്ലാം ഒന്നായിട്ട് അകന്നു പോകുന്നത് അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുന്നതിനായി ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്ക് സ്തോത്രം. Very glad to be here with you all. You all are my family. Amen. Praise the Lord. Amen. Praise the Lord. Once in a while, Lord called me and said, Pastor, fasting prayer. Pastor will call me. Praise the Lord. And I think last 2 years he forgot me. Praise the Lord. Amen. Anyway, I love you all. Praise the Lord. We're very glad to be with the Pastor Sunny George and Jan. For the last too many years, we've been connected in many ways. And now we are related in both ways. Praise the Lord. His brother's daughter, his wife's sister's daughter. Both are same, one daughter. My son married. Praise the Lord. So we are well connected and related. Praise the Lord. And Ranish and family. Praise the Lord. I met them when I was in Bangalore last April. Praise the Lord. I got the privilege to conduct the wedding of Ranish and Baby a couple of years ago. Praise the Lord. They are very good family, good people. Let God use them mightily in the days to come. Praise the Lord. Praise God. Hallelujah. Amen. I know time is very limited. Usually our attention span is only 30 minutes. Yes. So I used to preach, if only 30 minutes, I always try to finish my message 25 minutes. You know what happened? Every time I ministered as a pastor around 14 churches. Every time when I finish my message, 5 minutes early, you have to look the face of the people. All are very happy. All are very happy, praise the Lord. So I used to finish sometimes 10 minutes early. But I make sure they will get a message. Praise the Lord. Amen. I know our people. Praise the Lord. Hallelujah. Hallelujah. Amen. അതുകൊണ്ട് ഞാൻ ആമേൻ കർത്താവിന് മേശയുണ്ട് 12:30 നമ്മുടെ സമയം. അവന് എല്ലാവരും വാച്ചും ക്ലോക്കും ഫോണും എല്ലാം മറച്ചു വെക്കണം. Praise the Lord. Hallelujah. I'm not going to preach a big message. I preached it last couple of days in a powerful way. Praise the Lord. So I'm not going to do. You have to pray. Amen. For the revival. Amen. In this area. Praise the Lord. Last month I read a story. In Scotland, Lewis Island in Scotland. One church's condition was very bad. Churches were spiritually dead.
young people were not interested in church. They started to leave one by one because church is dead. People attended church on Sunday only as a tradition or formality. Children used to recite memory verses Sunday morning. Pastor used to preach 5 minutes from the Psalms. That's all. But two sisters decided to pray for a revival. Glory to Jesus. Their age is 82 and 84 years old. Two sisters. Amen. They decided we have to pray. We need a revival. Amen. നമ്മുടെ ചർച്ചിങ്ങനെ പോയാൽ പോരാ. Amen. അതിന് രണ്ട് സഹോദരിമാർ പറഞ്ഞു നമുക്ക് വേറൊന്നും ചെയ്യാനൊക്കത്തില്ല. We have to pray. And one sister was completely blind. The other sister was bent over with arthritis. But they began to pray For revival. for a revival. Amen. They only pray twice in a week, from 10 p.m. to 2 a.m. God showed them a vision. The revival is going to happen. Amen. They clinged on the promise and vision. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Amen. Praise the Lord. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, you know what happened? One day, an elder of the church got up with a Bible verse from the Psalms. Amen. Praise the Lord. I think it is 24, Psalms 24, verse 3 to 5. After he read the Psalm, he, asked a question to himself. Amen. God, are my hands clean? God, is my heart Amen. pure? Hallelujah. Then he sat down. Another elder, got up and he repeated the same sentence. Amen. All the entire church asked the same question. Hallelujah. The revival started. Amen. Praise the Lord. Revival church. Immediately the presence of God gripped every person present. Amen. അവിടെ ഇരുന്ന മുഴുവൻ ആളുകളുടെ മേലും ദൈവത്തിന്റെ പ്രസൻസ് ശക്തിയോട് Hallelujah. Glory. Jesus. Praise the Lord. Hallelujah. Men and women kneeling along the road. They cannot go to home. On the way to home, they start to kneel down on the public road and began to cry. Amen. Because they were under the heavy presence of the Holy Spirit. Hallelujah. Hallelujah. Praise the Lord. Amen. Praise the Lord. I say in English because our young people are very precious. Amen. Whatever you give to them when they are in childhood, that is only remain in their life, rest of their life. So I strongly encourage. Amen. The last part of at least 1.5 hours of the church must be in English. Amen. I am always comfortable in Malayalam. Amen. But for our generation, we have to do. Yes. Amen. അത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. One teacher in England when he used to come to the class, he takes off the hat from the head and salute the students. Amen. Every day he does that. One student asked a question, "Sir, where you take off the hat and salute us?" The teacher said, "Who knows? One among you become the Prime Minister of England tomorrow." Amen. Glory. So I salute you in advance. Amen. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഒരാളായിരിക്കും നാളെ ഇംഗ്ലണ്ടിനെ ഭരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രഷ്യസാണ്. നമ്മളിവിടെ സഭായോഗത്തിന് വന്നിട്ട് കേരളത്തിലെ കുമ്പനാട്ട് സഭായോഗം തന്നെ കൊളറായി നടക്കണം എന്ന് നമ്മൾ വാദിക്കരുത്. ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് മെതേഡ് മാറ്റം. We used to use slate and kallu pencil in India. We never force our children. You have to. You know, AI is taking care of now everything. Amen. Stotra ippom artificial intelligence inde kaalama.
ആമേൻ. അത് വേണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അത്ര അഡ്വാൻസ് ആണ് നമ്മള്. 2026 from Dallas Fort Worth Airport to Frisco, air taxi is coming. Air taxi, not road taxi. Air taxi. 7 people, no driver. Praise the Lord. People are flying through the air. Amen. Praise the Lord. അപ്പൊ ഞാൻ പറയുകയാണെന്നോ ഞാൻ ഓടിക്കൊള്ളുന്ന ടാക്സിയിലേ പോകത്തുള്ളൂ. സ്തോത്രം. കാലം മാറി കേട്ടോ. കൊറോണയിലൂടെ പറയുക. ആമേൻ. സ്തോത്രം. ഈ കുമ്പനാട് തിരുവല്ലായി പിടിച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ മെതേഡ് മാറണം. നമ്മുടെ തലമുറയെ ഫോക്കസ് ചെയ്തുകൊണ്ട് സഭായോഗം ചേഞ്ച് ചെയ്യണം. അവൻ ആരാധന ശൈലി മാറണം. അങ്ങനെ നിങ്ങൾ മാറിയാൽ ഇത് 101% ഐ കൻ പ്രൊഫസൈ ഇതൊരു മൾട്ടി എത്നിക് ചർച്ചായി മാറും. ഓഫ് കോഴ്സ് നമ്മൾ വലിയ കമ്പോട്ടുകളല്ല. പക്ഷെ നമ്മുടെ ഹാഫ് ടൈം പോയി. ചിലരെയൊക്കെ 75 തീർന്നു. പിന്നെ നമ്മൾ അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. Leave it. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. The revival started in Scotland Island. You know, in a nightclub, hundreds of young people were dancing in the nightclub. Amen. The presence of the Lord gripped upon every person in the nightclub. Amen. They started to come to the church, one by one. The church crowded with young people. പ്രായമുള്ള ഒരു 5-6 ഫാമിലിയുടെ ചർച്ചായിരുന്നു ഈ ചർച്ച്. 2 സഹോദരിമാര് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ 100-ലധികം യങ് പീപ്പിളിനെ കൊണ്ട് നിറഞ്ഞു ആ ചർച്ച്. Start to pray for a revival in the land. നാല് മലയാളിക്ക് വേണ്ടി ദൈവം നമ്മളെ ഇവിടെ അയച്ചതല്ല. നമ്മുടെ വിഷൻ വലുതായിരിക്കണം. ദൈവത്തിന് praise the Lord. Even from the police station, the robbers began to cry and started to attend the worship without inviting anyone, because the presence of the Holy Spirit came upon each person. Amen. Praise the Lord. Okay, today I am going to say a few things. Amen. Throw the rock and cut the rope. Can you repeat after me? Throw the rock and cut the rope. Amen. Amen. എല്ലാവരും പറഞ്ഞു. അവൻ ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു. Throw the rock and cut the rope. Praise the Lord. Mark chapter 5, Amen, verse 5. We know that, Amen, part the demonic man. Amen. Praise the Lord. Demon possessed for over 30 years. Everyone gave up with him. Amen. Praise the Lord. Greeted Jesus from the tomb. He greeted Jesus from far away from the tomb. He's in broken chains. By the way, Amen. I wish Jimmy and Shanley, I thank you, Amen, for taking care of yesterday. Jimmy is my niece, and I enjoyed the fellowship with them also. Praise the Lord. Every time John asks me, I know you, you are uncle of Shadow. Praise the Lord. You know, Shadow was our dog. Amen. So he called me uncle of Shadow. Praise the Lord. Shadow died a few years ago. Now Shadow was replaced by another dog, Duke. Praise the Lord. Now he changed it. You are uncle of Duke. Amen. He's very smart. Praise the Lord. Amen. Praise the Lord. Our kids are very smart. Amen. Iron yesterday came to ask me, Pastor, can you tell more about your family? I explained to her. She said, thank you. Amen. Amen. So this man greeted Jesus. But he was carried. Have you ever seen a man like this? Amen. With no clothes, bleeding body, with the sharp-edged stones in his hand, with gnashing his teeth and gashing himself with a stone. Amen. Was making screaming noises. Amen. Praise the Lord. Nobody even gave attention to him. All of them minded. Everyone gave up. But you know, Jesus overheard his cries Amen. from far away. Hallelujah. എല്ലാവരും അവനെ മറന്നെങ്കിലും
മൈലുകൾക്കപ്പുറത്ത് ഈ മനുഷ്യന്റെ കരച്ചിൽ കേട്ട് ഇവന് വേണ്ടി മാത്രം യേശുവിടെ വരികയാണ്. Praise the Lord. Amen. Hallelujah. He made, next slide, he made long deep cuts into his skin with the stones. He was hiding the stones in his pocket. You know, we too can carry stones with us. You know, what are the stones? Alcohol, drugs, sins, past guilt, unforgiveness, grudge, family fighting. All are hidden stones. Amen. In our life also. Hallelujah. You don't think it because we are better ourselves, we don't have it. No. Praise God. Many of Hallelujah. families struggling through it. Amen. These stones can hurt you. Amen. And cause you to bleed in you and in your family. Amen. Praise God. It can make cuts in minds. It can destroy our unity and family relationship. Amen. Praise the Lord. Amen. Let me tell you, dear sisters, if something destroy your family unity and happiness, you have to throw away that rock. Amen. Glory to God. Stotram. നമ്മുടെ യൂണിറ്റിയെ സന്തോഷത്തെ നശിപ്പിക്കുന്ന സകല കല്ലും ബൈബിളിനകത്ത് വെച്ചുകൊണ്ട് വരരുത്. ആമേൻ. അന്യഭാഷ പറയുമ്പോഴും നമ്മുടെ ബൈബിളിൽ കല്ലിരിപ്പുണ്ട്. ആമേൻ. Some stones are in our heart. But you have to throw it away. അത് എടുത്തു കളയണം. ദൈവത്തിന് സ്തോത്രം. Hallelujah. Glory to God. Praise the Lord. Praise the Lord. If Jesus set you free, then you are free indeed. Right? That's the Bible verse. Amen. അവൻ പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ നിങ്ങൾ സച്ചോൻ സ്വതന്ത്രനാകും. Jesus can take away all the stones, all the unwanted stones. Hallelujah. When you leave from the church back to home, you should not go with the stones. Hallelujah. Because the heavy presence of Jesus is Hallelujah. here. Glory to God. Hallelujah. ദൈവ സാന്നിധ്യമുള്ളിടത്ത് അവൻ ഇന്ന് രാവിലെ വിടുതലുണ്ട്. Hallelujah. Hallelujah. As long as you keep the stones, Hallelujah. it will not allow you to worship freely. Amen. നമ്മുടെ ഉള്ളിൽ ഒരു സ്റ്റോൺ ഉണ്ടെങ്കിൽ, ഒരു ഭാരമുണ്ടെങ്കിൽ, ഒരു വിഷയമുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര പാട്ട് പാടിയാലും നിങ്ങൾ ഫ്രീ അല്ല. You are not free. Yes. നമുക്കറിയാമല്ലോ, ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ഒക്കത്തില്ല. Praise the Lord. അതുകൊണ്ട് whatever the stones in our lives, we have to throw it away. Amen. Hallelujah. As we are going to enter into a new year, we must not carry the stones in the new year. Hallelujah. 24 കല്ലിവിടെ കളയണം. Yes. 25 കയറുമ്പോൾ ഫ്രീ ആയി കയറണം. Amen. ആരോടും വിരോധവും പ്രയാസവും കല്ലും കൊണ്ട് കയറരുത്. അവൻ ക്ഷമ യോജിച്ച് കെട്ടിപ്പിടിച്ചു. Amen. 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 Hallelujah. Praise the Lord. Glory to God, Jesus. We have to go. We have to move forward. Amen. Amen. Hallelujah. Praise the Lord. Hallelujah. Hallelujah. While I was ministering in one church in Kottayam many years ago, so it was a large mega church. Amen. There was some conflict happened in the board, church board. Amen. Just 2 days after, one brother who made the conflict with me, he drove the car and he came to my home and said, Pastor, Amen, I know we are going to go into new year. I just came here with my family to say sorry. He hugged me. We prayed. I hugged him back. Next day morning, early morning, I heard the news. He had a heart attack and died, Pastor. Even before I reached the hospital, when I talked to the cardiologist, he said he's gone. Within 5 minutes. I buried him. In the midst of a large crowd,
in Kottayam. He was a businessman. Very young. Praise the Lord. So I realized that just before the night, he came to forgive it to me. Amen. Because he knows his journey is over. Praise Amen. Praise the Lord. അടുത്ത ദിവസം നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുമെന്ന് നമ്മൾ ആരും വിചാരിക്കരുത്. Amen. Hallelujah. ഇന്ന് നമ്മുടെ സ്റ്റോണ് നമ്മൾ മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. Amen. Hallelujah. Yes. Glory. Hallelujah. Praise the Lord. Acts chapter 27:32. Amen. We know. Amen. Praise the Lord. The soldiers tried to escape from the ship Praise the Lord Jesus. by letting down the boat. Amen. A lifeboat from the ship. But Paul called and said, if you want to be rescued, you have to save back in the ship. You see the ship? It's a beautiful ship. Praise the Lord. All the prisoners, they wanted to come out of the ship. But Paul said, stay inside the ship. ഓരോ പറയാണ് നിങ്ങളുടെ ഷിപ്പിന്റെ അകത്ത് താമസിക്കണം. ഞാൻ രാവിലെ നിങ്ങളോട് പറയുകയാണ്, stay inside the fellowship. Amen. Stay inside the discipleship. Amen. Stay inside the worship. Amen. Amen. You have a better future. Praise the Amen. Lord. Hallelujah. ആരാധനയെ വിട്ട് ആര് പോയാൽ ആമേൻ അവരുടെ ഫ്യൂച്ചർ മനോഹരമായിരിക്കത്തില്ല. സ്തോത്രം. വർഷിപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Amen. Glory to God. ആരാധനയെ നിങ്ങൾ ഒരു നിമിഷം വിചാരിക്കരുത്. നിങ്ങളുടെ നമ്പർ 1 പ്രയോറിറ്റി ഈസ് ടു വർഷിപ്പ് ഗോഡ്. Amen. Hallelujah. Job, education, degrees, car, everything only come after that. Amen. But number 1 priority must be serving the Lord. Hallelujah. Hallelujah. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതായിരിക്കും. Hallelujah. If you have missed it, 24, you can bring it back. Amen. 25. Amen. Amen. Praise the Lord. നിങ്ങൾക്കറിയാമോ ആ പ്രയോറിറ്റി ലാസ്റ്റ് ആക്കിയാൽ your whole life will be messed up. സ്തോത്രം. നിങ്ങൾ എന്തോ നമ്പർ 1 പ്രയോറിറ്റി അതിനപ്പുറത്ത് മാറ്റിയാൽ നിങ്ങളുടെ ഫാമിലി നഷ്ടപ്പെടും. Amen. Because God created us to serve the Lord, to worship Him. Hallelujah. Amen. God created Adam and Eve and put them in the garden to worship the Lord. Hallelujah. Take caring of the garden is the second thing. Yes. Glory to God, Jesus. Amen. For having the fellowship with God. ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അവരെ ഏതിലാക്കിയത്. ഏതിൽ എത്ര മനോഹരമാണെങ്കിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്ക്, ദൈവത്തിന്റെ പ്രസൻസ് കാണുമ്പോൾ ഓടി വരാനാണ് ദൈവം അവരെ ഉണ്ടാക്കിയത്. പക്ഷേ when they commit sin, they start to hide themselves. Glory to God, Jesus. Hallelujah. I want to go there, praise the Lord, hallelujah. But here, you know what? The soldiers did. They cut away the rope. Amen. Amen. My brothers and sisters, cut away the unwanted rope this morning with the word of God, because word of God is the sword of the soul. Amen. Hallelujah. അവൻ ദൈവവചനം ആത്മാവിന്റെ വാളാണ്. ഇന്ന് സഭായോഗത്തിന് പോകുന്നതിന് മുമ്പ് unwanted ties, unwanted relationship must be cut off. Amen. Hallelujah. Glory to God. Unwanted soul tie ഉണ്ട്. Unwanted soul tie. Some people have soul tie with YouTube, social media. Amen. Unsaved people. Those all are unwanted soul tie. അവൻ രക്ഷിക്കപ്പെടാത്ത ഒരാള് രക്ഷിക്കപ്പെടാത്ത ആളിനെ വിവാഹം ചെയ്യുമ്പോൾ unwanted soul ചെയ്യണം. Amen. Praise the Lord. Praise the Lord. Hallelujah. Amen. Praise the Lord. But amen, we cannot do all those things together with our unwanted soul tie. Praise God. Hallelujah. Singing in the church and at the same time fighting at home. Amen. No. You cannot do that. Hallelujah. Leading the worship service, but I have conflict with my brothers and sisters. No. Praise God, Jesus. When you do a ministry, Amen. you have it to cut away.
all the unwanted work. Amen. Praise the Lord. Hallelujah. ആമേൻ. ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുമ്പോൾ ആമേൻ നമ്മൾ വളരെ ഫിയറോട് Yes. Hallelujah. പാട്ടുപാടിയാലും വർഷിപ്പ് പറഞ്ഞാലും മെസ്സേജ് പറഞ്ഞാലും ആ പറയുന്ന ആളുകളുടെ ലൈഫിൽ ആമേൻ വളരെ കറക്ഷൻ ആവശ്യമാണ്. Hallelujah, praying in the spirit, yet having unforgiveness, will not work together. ആമേൻ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം, പക്ഷേ സ്പിരിറ്റ് ഓഫ് അൺഫോർഗിവ്നെസ് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആമേൻ അതിൽ പാപമാണ്. Yes. Amen. Glory to God. Take a knife Amen. and cut away the rock today. Amen. Hallelujah. Praise the Lord. Glory to God. Last week I'm going to close this soon. Last week I read passage from Judges chapter 14. We know the story of Samson. Samson was a loser. He was an anointed man, but he became a loser. Joseph was a winner. You know why? Why Samson became a loser? Samson എന്തുകൊണ്ടാണ് ഒരു ലൂസർ ആയെന്ന് നിങ്ങൾക്ക് അറിയാമോ? Because he did not pray. He didn't set a time to pray, a place to pray. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, do you have a time to pray? Do you have a time to meditate the word? If you don't, start it. It's a good time. Beginning of the next year, start it. I see Samson praying only when he was in trouble. Samson പ്രാർത്ഥിച്ചു. Lord, remember me എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണെന്നറിയാമോ? കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് ചങ്ങലയിലായപ്പോഴാ പുള്ളിക്ക് ബോധം വന്നത് പ്രാർത്ഥിക്കുക. നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യരുത്. കണ്ണു പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യരുത്. സ്തോത്രം. കാർ ആക്സിഡന്റ് ഉണ്ടായി വണ്ടി ടോട്ടൽ ചെയ്യുന്നിടം വരെ പ്രാർത്ഥിക്കാൻ സമയം എടുക്കരുത്. സ്തോത്രം. Take time to pray. Otherwise you and your family will be losing everything. Praise the Lord. അതുവരെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. You cannot run a car on an empty tank. Right? You cannot work on an empty stomach. You cannot pay bills on an empty bank account. You cannot run your Christian life on an empty prayer life. Praise God. Hallelujah. Are you hearing this? നിങ്ങൾക്കൊരു വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് 25 ലീഡ് ചെയ്യണമെങ്കിൽ പ്രയർ ലൈഫ് ഇല്ലാതെ നിങ്ങൾ എത്ര ബിസി ആയാലോ ഇന്ന് രാവിലെ ഞാൻ പറയാം നിങ്ങൾ ഫെയിലിയർ. Start pray. Set a time. Set a timetable. Start to read the word of God. Make Jesus as your best friend. Let the closeness come closer to the Lord. Stotram more than anything else. Hallelujah. He refused to live by God's will. ദൈവത്തിന്റെ പ്ലാനിൽ ജീവിക്കാൻ അവൻ വിസമ്മതിച്ചു. That's the reason he became the loser. He married a wrong woman. Why he married? Because he said she is good looking in my eyes. She is good looking in my eyes. Amen. Let me tell you, brothers and sisters. Amen. It is okay to be good looking in your eyes, but more than in your eyes, you should be good looking in God's eyes. Hallelujah. നമുക്ക് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ട്. We live in the land of freedom and opportunity. But at the same time, remember, if you are a child of God, amen, you have to choose only what is good in the eyes of the Lord. Hallelujah. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യത്തിൽ നമ്മൾ കൈനീട്ടാവും. ദൈവത്തിന് ഇഷ്ടം.
Praise the Lord. And amen, don't be led by sentiment feelings, but led by the scriptures, by the word of God. Praise the Lord. He had a wrong spirit of revenge. That was another failure. He had a wrong revenge of spirit, wrong spirit. I have to kill them. I have to do the revenge. I have to do that kind of attitude. അവൻ എപ്പം പറഞ്ഞാലും അവന്റെ ഉള്ളിൽ റിവേഞ്ച. ആമേ സ്തോത്രം, എനിക്ക് കൊല്ലണം, എനിക്ക് നിന്നെ ഇപ്പം പകരം ചെയ്യണം. If you have a wrong spirit of revenge, it will destroy you, your spiritual joy and happiness. But think about Joseph. He had a sword with him. He had a power with him. All the brothers who betrayed him, were standing in front of him. He could have killed everyone because he had a power and authority. But instead of killing them, he decided to forgive with his brothers. വാളും അധികാരവും കയ്യിലുള്ളപ്പോൾ അവൻ 11 സഹോദരന്മാരും നിരന്നിരിക്കുമ്പോൾ യോസേഫിന് കഴുത്ത് വെട്ടാമായിരുന്നു. പക്ഷേ ഫറവോന്റെ രാജധാനിയിൽ ഫറവോൻ കേട്ടത് യോസേഫിന്റെ കരച്ചിലായിരുന്നു. അത് റിവെഞ്ചിന്റെ കരച്ചിലല്ലായിരുന്നു, ഫോർഗീവ്നെസിന്റെ കരച്ചിലായിരുന്നു. അവന്റെ യങ്ങർ ബ്രദർ തൊട്ട് ആമേൻ ഓൾഡർ ബ്രദറിന്റെ കഴുത്തിൽ അവൻ he fell upon their neck. Praise the Lord. Hallelujah. Wasn't around their neck. He began to cry. Hallelujah. Hallelujah. Praise the Lord. Because he decided to forgive, God even honored his bones. Amen. അവന്റെ അസ്ഥികളെ വരെ ദൈവം ഓണർ ചെയ്തു. സ്തോത്രം. Praise the Lord. Hallelujah. Praise the Lord. He was motivated by greed. Samson. Amen. Praise the Lord. We must be motivated not by dollar, but by the love of God. Hallelujah. Amen. ലോകത്തിന്റെ ടൈറ്റിലും പൊസിഷനും പണം കൊണ്ടും നമ്മൾ മോട്ടിവേറ്റഡ് ആകരുത്. നമ്മൾ മോട്ടിവേറ്റ് ആകുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ടായിരിക്കണം. Praise the Lord. Let me come back up. Soldiers took the knife and cut the rope. Praise the Lord. Acts 19:19 and Ezekiel 8:16. I'm not going to read the white verse, you know. Ezekiel, 25 young people, youngsters, priests came in the church. They were in the right place, but in the wrong direction. അവർ ചർച്ചിൽ വന്നു. They turned their back to temple and worshiped the Lord. Do you understand what I say? 25 പുരോഹിതന്മാർ ആലയത്തിൽ വന്ന് പുറം ആലയത്തിന് എതിരായി തിരിച്ചുകൊണ്ട് അവർ ദൈവത്തെ ആരാധിച്ചെന്ന്. That means they were trying to mock at God. Hallelujah. They were trying to ridicule at God. അവർ ദൈവത്തെ അപമാനിക്കുകയാണ്. My brothers, my sisters, servants of God, when you come to the church and sit on a chair and amen, praise the Lord, not worshiping God, amen, amen, doing something else is ridiculing God. Hallelujah. ദൈവസന്നിധി വന്നിട്ട് ആരാധിക്കേണ്ടിയ നമ്മള് അതിന് അറ്റൻഷൻ കൊടുക്കാതെ വേറെ വിഷയത്തിന് വാവാലും തുറക്കാതെ നീ കസേര ഇരുന്നാൽ നീ ദൈവത്തെ അപമാനിക്കുകയാണ്. Whenever you come to the church, you are supposed to worship God. You are supposed to worship God. Hallelujah. Amen. Put away all other businesses. Amen. Amen. Don't even look at the phone and everything. Messages, texting, WhatsApp, all those are hindrance. Amen. Praise God. Praise the Lord. If you do that, you are mocking. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Take a firm step. Amen. To serve the Lord. One pastor, after 30 years of ministry, he decided to leave the ministry. He told the people, I'm going to leave. Amen. I have had enough with the ministry. Amen. He took the Bible and left the podium. Amen. Started to go slowly through the exit door. Amen. All the people were starting to cry.
Praise the Lord. Where would I go? I want to die at the presence of God. Praise the Lord. Once Peter asked the question, to whom shall we go? Glory to God. Hallelujah. ആമേൻ. നിന്നെ വിട്ട് ഞങ്ങൾ ഇവിടെ പോകും. നിത്യജീവന്റെ മൊഴികൾ. Praise the Lord. Hallelujah. Amen. Serve the Lord with all your heart. Hallelujah. Serve the Lord with all your understanding. Glory to God. Hallelujah. Even if things are bothering you, hallelujah. Even if you go through troubles, take a personal. I will serve the Lord. Amen. Till the last breath of my life. Hallelujah. I have decided to follow Jesus. I have decided to follow Jesus. I have decided To follow Jesus. No turning back. no turning back. No turning back. No turning back. यीशु के पीछे मैं चल रहूँगा. यीशु के पीछे मैं चल रहूँगा. यीशु के पीछे मैं चल रहूँगा. ना लौटूँगा. ना लौटूँगा. यीशुविन पिंपे पोगानु येशु. यीशुविन पिंपे आकायलो यते पोगानु येशु. यीशुविन पिंपे पोगानु येशु. पिन्मारादे नन्मारादे. Pinmarade, 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 Pinmarade. Is it available in this show? I'm going to serve the Lord. What will happen? Hallelujah. Lord, help me to serve you, Lord. Glory to God. To stick with your word. Amen. To serve you, Lord, as the priority in my life. Hallelujah. Hallelujah. I want to throw away all the stones. I want to cut the away the rope. Hallelujah. Amen. Which is a hindrance to serve you, Lord. Amen. Praise God. Praise the Lord. I want to pray with you. Hallelujah. Can you give your hand to your neighbor if it is possible? Amen. അടുത്തിരിക്കുന്നയാൾക്ക് കൈ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ join your hands together. We are going to pray. I am going to pray for the church. Father Lord, I pray for the church. Amen. I pray for everyone. Yes, Lord. Hallelujah. Lord, I bless them as they are entering into a new year. Make them a blessing to hundreds of people in the nation. Bless their family, bless their personal life, bless their finance, bless their economy, bless their social life. Lord, bless their children, bless their very word. Hallelujah. In the mighty name of Jesus. In the most powerful name of Jesus, I bless everyone. In Jesus' precious name. Amen. Praise the Lord. I wish you a happy and blessed 2025. God bless you. Praise the Lord. Amen. Hallelujah. Glory to God. Hallelujah. നമുക്ക് വീണ്ടും ദൈവത്തിൽ കണ്ണിൽ കിടക്കാം. ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ച ദൈവികാലോചനകൾ എത്ര ശക്തമാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളൊക്കെ നമ്മെ കേൾപ്പിച്ചത് തുടർമാനമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ ദേവദാസൻ ജോസഫ് ഡാനിയൽ പാസ്റ്റർ എടുത്ത അതേ ഭാഗമാണ്. ഹല്ലേലൂയ. പ്രിയ സ്തോത്ര സന്നിധി ഒരു പാസ്റ്റർ എടുത്ത് പ്രസംഗിപ്പാനിടയായത്. സ്തോത്രം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ഒരു നടത്തിപ്പ്. ഹല്ലേലൂയ. പെട്ടെന്ന്. ഹല്ലേലൂയ. ഇതുപോലെ എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ ദൈവത്തിൽ അടച്ചാട്ട്
കർത്താവ് തിരുമേശയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് പകൽക്കാലത്ത് ശുശ്രൂഷ കർത്താവ് ആശീർവദിച്ചു. കാൽവറിയിലെ സ്നേഹത്തെ ധ്യാനിക്കുന്ന ഹല്ലേലൂയ ഓർമ്മയുടെ ശുശ്രൂഷ. Hallelujah. We follow the theology of remembrance and we remember the death on the cross of Calvary. Hallelujah. We proclaim the coming of our Lord. Hallelujah. Through this ministry. Hallelujah. But before that, let us prepare ourselves. Let us close our eyes for a moment. എല്ലാവരും കണ്ണുകൾ ദിവസങ്ങൾ അടച്ച് ഒരു നിമിഷം ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. സ്തോത്രം. Hallelujah. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. പ്രിയപിതാവിനോട് ചേർന്ന് ശുശ്രൂഷ അനുഗ്രഹത്തിനായി തിരുമേശ ശുശ്രൂഷ അനുഗ്രഹത്തിനായി വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, മഹത്വപ്പെടുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളാകുന്ന അരിയങ്ങൾക്ക് ഈ ആഴ്ച ഇവിടെ നിന്ന് 4 ദിവസം തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. അരിയങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന് മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദാസനെതിരായി ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനഃപാഠവാക്യങ്ങളെ ദൈവത്തിന് അറിയിപ്പാൻ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ സൂക്ഷിച്ചു കൊള്ളണമേ. ആകർഷണ വലയത്തിൽ പൊതിഞ്ഞു കൊള്ളണമേ. ചെറിയ മറച്ചു കൊള്ളണമേ. അങ്ങയുടെ കാൽച്ചുവടുത്ത് അന്യരുടെ കാൽച്ചുവടായി ദൈവത്തെ പ്രസാദിച്ച് ജീവിപ്പാനുള്ള വാഞ്ചിയവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളിലൂടെ പ്രാർത്ഥിക്കായി അപേക്ഷിച്ച എല്ലാവർക്കായും സ്തോത്രം ചെയ്യുന്നവർക്കാവേ. ഞാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന ദൈവത്തെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അടിയങ്ങൾ കർത്താവെ കൽപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസന്മാരെ അതിനായി ബലപ്പെടുത്തുന്ന കർത്താവെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവരെ പരിപാലിച്ചു കൊള്ളണമേ, സൂക്ഷിച്ചു കൊള്ളണമേ. പിന്നെയും കർത്താവിന്റെ നിലനിൽപ്പാൻ ആവശ്യമാണ് ഞങ്ങളെ സഭയായി ദൈവങ്ങളെ കേൾപ്പിക്കുന്ന ഈ സംഭവങ്ങളുമായ ഒരു വർഷം ഞങ്ങളെ എത്ര ഭദ്രമായി സൂക്ഷിച്ചു ആയിരിക്കുന്നൊക്കെ പരിപാലിച്ച് ദൈവത്തിന് നന്ദി കരാട്ടുന്ന കർത്താവ് പിന്നെയും ഞങ്ങളെ ദൈവങ്ങൾ സമർപ്പിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണമേ. അല്പസമയം കൊണ്ട് ഞങ്ങൾ തിരുസന്നിധിയിൽ ഇരിക്കട്ടെ. അത് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്തൃമേശയും അനുഗ്രഹിക്കുന്നവരെ ബലപ്പെടുത്തണമേ. എല്ലാം എന്റെ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയുടെ നാമം ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവ മനസ്സ